ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല കിടിലനായിട്ടുള്ള ബൊഗൈൻവില്ല, ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ബൊഗൈൻവില്ല പ്ലാന്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറച്ച് പ്ലാന്റുകളൊക്കെ കാണിച്ചിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റി. അതുപോലെ ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ബൊഗൈൻവില്ലകളും അതുപോലെ കുറച്ച് റോസ് പ്ലാന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല കിടിലനായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടതിലിപ്പം നമ്മൾ വീഡിയോയിൽ ക്യാപ്ഷൻ കൊടുത്തിരുന്നു 10 രൂപ മുതലുള്ള ചെടികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. ഒരു 5-6 കമന്റുകൾ ഞാൻ കണ്ടു. അതിൽ 10 രൂപ എന്ന് പറഞ്ഞിട്ട് കബളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കമന്റുകൾ കണ്ടു. അപ്പോൾ 10 രൂപയുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ കോളിയസ് പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സംശയം പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് ക്ലിയർ ചെയ്യേണ്ട നമ്മുടെ കടമയാണ്. 10 രൂപയുടെ പ്ലാന്റ് പറഞ്ഞത് ഈ കോളിയസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഒരുപാട് പ്ലാന്റ് ആൾക്കാർ അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട്, 10 രൂപ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് കബളിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ആരെയും കബളിപ്പിച്ചിട്ടില്ല. 10 രൂപയുടെ പറഞ്ഞത് ഈ ഒരു കോളിയസ് പ്ലാന്റിന്റെ കട്ടിങ്സിനാണ് 10 രൂപ പറഞ്ഞത്. അത് നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് കണ്ടാൽ അറിയാം. ആ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ആ കോളിയസ് പ്ലാന്റിനാണ് 10 രൂപ പറഞ്ഞത്. അതുപോലെ ഒരുപാട് ആൾക്കാർ റേറ്റ് കൂടുതലാണെന്നും പറഞ്ഞിട്ട് കമന്റ് ഇടുന്നുണ്ട്. നമ്മളിത് മറ്റുള്ള നഴ്സറികളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ നഴ്സറി ഞാൻ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, നഴ്സറി വിലയായിട്ട് നമ്മുടെ കൊറിയർ ചെയ്യുന്ന പ്ലാന്റുകൾ നിങ്ങൾ കമ്പയർ ചെയ്യരുതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കൊറിയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇതിന്റെ പുറത്ത് സാധാരണ നമ്മൾ ചെടി എടുക്കുന്നതിന്റെ പുറത്ത് ഒരുപാട് ചെലവുകൾ നമുക്ക് വരുന്നുണ്ട്. നമ്മളിത് പാക്ക് ചെയ്യുന്നതിന്റെ ചെലവുകൾ, അതുപോലെ നമുക്കിത് ഒരു 5-6 കിലോമീറ്റർ പോയിട്ട് വേണം നമുക്കിത് മറ്റുള്ള കൊറിയർ സർവീസിൽ എത്തിച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട്. അതുപോലെ തന്നെ ഇത് പാക്ക് ചെയ്യാനുള്ള ബോക്സുകൾ, അതുപോലെ സെല്ലോ ടാപ്പുകൾ, ചകിരിച്ചോറ്, ഒരുപാട് ചിലവ് നമുക്ക് ഇതിന് പുറത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ നഴ്സറി പോയി നിങ്ങൾ ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ അത് ലൈവായിട്ട് അങ്ങ് കൊണ്ടുപോയാൽ മതി. ഇത് നമ്മൾക്ക് രാത്രി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്, അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ നഴ്സറി വിലയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതുപോലെ നമ്മൾ പരമാവധി ഇത് വില കുറച്ചിട്ട് തന്നെ നമ്മൾ ഏകദേശം നഴ്സറി വിലയോട് അടുപ്പിച്ച് തന്നെ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടണമല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ആരും അതിലൊരു വിഷമം വിചാരിക്കുക. അതുപോലെ ഒരുപാട് ആൾക്കാർ പ്ലാന്റിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്ലാന്റ് വേണ്ട, അത് വെറുതെ ഒരു ഹോബിക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്നവരുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ അയക്കരുത്. കാരണം വെച്ചാൽ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക. ഒരുപാട് മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാതെ തന്നെ കിടക്കുന്നുണ്ട്. കാരണം സമയം കിട്ടുന്നില്ല. നമ്മുടെ ജോലി തിരക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം, അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്താണ് നമ്മൾ ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ മാത്രം ദയവ് ചെയ്ത് മെസ്സേജ് ചെയ്യുക. അതുപോലെ ഒരുപാട് ആൾക്കാർ കോൾ ചെയ്യുന്നുണ്ട്. കോളുകൾ പരമാവധി ഒഴിവാക്കുക. കാരണം എന്താ വെച്ചാൽ എല്ലാ കോളുകൾക്കും നമുക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്, ആരും വിഷമമൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതാണെന്നൊക്കെ നോക്കാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പൂന വെറൈറ്റിയുടെ നല്ല ഹൈബ്രിഡ് എന്നെത്തിപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. ഇത് കണ്ടില്ലേ, നല്ല കടും വയലറ്റ് കളർ പൂക്കൾ വരുന്ന, നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണിത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പൂന വെറൈറ്റിയുടെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെടികൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ലൊരു കളറാണിത്, നല്ല വയലറ്റ് കളർ വരുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 200 രൂപയാണ്. അപ്പോൾ ഈ ഒരു സൈസാണ് വീഡിയോയിൽ കാണുന്ന അതേ സൈസ് തന്നെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ആൾക്കാരൊക്കെ പ്ലാന്റിന്റെ സൈസ് ഫോട്ടോ ഇടാനൊക്കെ ആവശ്യപ്പെടാറുണ്ട്. കാരണം ചില സമയത്ത് നമുക്ക് അയക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന തന്നെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത്. 200 രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന ഈ ഒരു വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു ഓറഞ്ച് കളർ പൂക്കൾ വരുന്ന ചെടിയാണ്. ഇത് കണ്ടില്ലേ, ഇത് തന്നെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത്. ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നല്ല ഓറഞ്ച് കളറാണ് ഇതിന്റെ പൂക്കൾ വരുന്നത്. നല്ല വെരിഗേറ്റഡ് ഗ്രീനും അതുപോലെ ഒരു വൈറ്റ് കളറൊക്കെ കൂടിയിട്ട് വരുന്ന ഒരു ലീഫോട് കൂടിയിട്ടുള്ള നല്ല കളറാണ് ഇത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിന്റെ വില വരുന്നത് 220 രൂപയാണ് കേട്ടോ. അടുത്ത നമ്മുടെ റൂബി റെഡ് ആണ്. റൂബി റെഡിന്റെ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് വലിയ പ്ലാന്റ് ആണ് കാണിച്ചത്. അപ്പോൾ അത് നല്ല വിലയുള്ള പ്ലാന്റ് തന്നെയായിരുന്നു. അത് ഒരുപാട് ആൾക്കാർ മേടിച്ചിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കാൻ കുറച്ച് ചെറിയ പ്ലാന്റ് ആണ്, ചെറിയ തൈകളാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ ആയി വരുന്ന തൈകളാണ്, ചെറിയ തൈയാണ്, വലിയ വലിപ്പമൊന്നുമില്ല. അപ്പോൾ റൂബി റെഡിന്റെ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 350 രൂപയാണ്. നിങ്ങൾക്ക് നഴ്സറികളിലൊക്കെ അന്വേഷിച്ചാൽ അറിയാം, റൂബി റെഡൊക്കെ നല്ല വില കൊടുക്കേണ്ട തൈകളാണ്. ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ചെടികളാണ് റൂബി റെഡ്. അതുപോലെ
പിന്നെ ഇതുപോലുള്ള ഹൈബ്രിഡ് തൈകളാണ് ഇപ്പോൾ കൂടുതൽ. പഴയ നമുക്ക് പിന്നെ നോർമൽ വെറൈറ്റിയിൽ വെട്ട പ്ലാന്റുകൾക്ക് അത്ര ഡിമാൻഡില്ല. അപ്പോൾ ഇപ്പം വരുന്ന ഈ പ്ലാന്റുകൾക്കൊക്കെ നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പ്ലാന്റുകൾക്കൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെടിക്ക് കൊടുക്കുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് 350 രൂപയ്ക്കാണ് കേട്ടോ. അടുത്ത് വരുന്ന നല്ല ഓറഞ്ച് കളർ പൂക്കളോട് വരുന്ന ഫയറോപ്പാൾ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഫയറോപ്പാളിൻ്റെ പിന്നെ നമുക്കറിയാം നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകളാണ്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ചെടിയാണ്. നല്ല ഓറഞ്ച് കളറാണ്. അപ്പോൾ പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ, മൊട്ടുകളായി വരുന്നേ ഉള്ളൂ, പൂ വിരിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ഫയറോപ്പാളിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും 350 രൂപ തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. കുറഞ്ഞ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 350 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന നമ്മുടെ ഒരു സിൽവർ കളർ ലീഫോട് കൂടി വരുന്ന ഈ ഒരു പിന്നെ വെരിഗേറ്റഡ് ലീഫോട് കൂടി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല പിങ്ക് കളർ പൂക്കളാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഇലകളും പൂക്കളും കൂടിയിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. 220 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കും. കുറച്ച് പ്ലാന്റ് ഇതൊക്കെ ഉള്ളൂ. നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ പോയ സമയത്ത് തന്നെ വളരെ കുറഞ്ഞ പ്ലാന്റാണ് കിട്ടിയത്. അപ്പോൾ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിലയും 220 രൂപ തന്നെയാണ്. അടുത്ത് വരുന്നത് ഈ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന പൂക്കളോട് കൂടി വരുന്ന വെരിഗേറ്റ് ലീഫോട് കൂടി, അതുപോലെ പൂക്കൾ ഡബിൾ ഷെയ്ഡ് വരുന്ന കണ്ടില്ലേ, പിങ്കും അതുപോലെ വൈറ്റും കൂടെ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. നമ്മുടെ ഹിമ വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 240 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. അതുപോലെ പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഡബിൾ കളർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ പൂ തുലഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 240 രൂപയാണ്. അടുത്ത് വരുന്നത് പൂന വെറൈറ്റിയുടെ ഒരു വൈറ്റ് കളറാണ്. ഇത് കണ്ടില്ല, നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് മുള്ള് വളരെ കുറവാണ്. മുള്ളില്ലെന്ന് തന്നെ പറയാം. അത്ര നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് വരുന്നത്. നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ്. ഈ ഒരു നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു വലിപ്പം തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 140 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. അടുത്ത് വരുന്നത് മിനിയേച്ചർ റോസ് ആണ്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് മിനിയേച്ചർ റോസ്. നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റുകൾ കാണിച്ചു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്ന് ഈ പ്ലാന്റിന് വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് ഈ പ്ലാന്റ് കൊടുക്കാൻ പറ്റാതെ പോയി. അതുകൊണ്ട് സ്റ്റോക്ക് തീർന്നു പോയി. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാതെ ഇപ്പോഴും ഈ പ്ലാന്റിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 70 രൂപയാണ്. അപ്പോൾ 2 കളർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഒരു വൈറ്റും അതുപോലെ അതിൻ്റെ ഉൾഭാഗത്ത് ഒരു ചെറിയ പിങ്ക് കളറൊക്കെ വരുന്നത്. അപ്പോൾ ഈ പൂക്കൾ കുറച്ച് കൊഴിയാറാകുമ്പോഴത്തേക്ക് വൈറ്റ് കളറിലേക്ക് മാറും. അപ്പോൾ ഇപ്പം പൂക്കൾ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ഇളം പിങ്ക് കളറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. കുറച്ച് പ്ലാന്റേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലല്ല, ഞാൻ പറഞ്ഞ 2 ആഴ്ച മുമ്പ് കാണിച്ച വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റ് കാണിച്ച് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാതായിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. 70 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് നമ്മൾ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് നമ്മുടെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക. കമൻറ്റിൽ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റിൽ നമ്മൾക്ക് പറയും ആരാ പറയുന്നത് എന്താണെന്ന് അറിയില്ല, നിങ്ങളുടെ നമ്പറോ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക. എന്ന് വരികിൽ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ പറ്റുള്ളൂ. കമൻറ്റിലൂടെ പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവും നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ, പ്രശ്നമൊന്നുമില്ല. കമൻറ്റിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾ ബന്ധപ്പെടുക.
അടുത്ത് വരുന്ന ഈ ഒരു ടെക്കോമയാണ്. ടെക്കോമയുടെ ക്രീപ്പർ കണ്ടില്ല, നല്ല വൈറ്റ് കളർ, അതിൻ്റെ ഉള്ളിൽ ഒരു പിങ്ക് കളറൊക്കെ കൂടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയാം. നമ്മുടെ മതിലിൻ്റെ മുകളിലൊക്കെ ക്രീപ്പറായിട്ടൊക്കെ വളർത്തി കയറ്റാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത്. കണ്ടില്ല, നിറയെ പൂക്കളും ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അറിയിക്കുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ. 100 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ്. ഇത് കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച പ്ലാന്റ് ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്നു. കുറച്ച് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുണ്ട്, കുറച്ച് പ്ലാന്റുകൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം. ഇത് കണ്ടില്ലേ, ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലങ്കാര മത്സ്യമായ ഗോൾഡ് ഫിഷിന്റെ ഒരു ഷേപ്പിൽ വരുന്ന പൂക്കളാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഗോൾഡ് ഫിഷ് പ്ലാന്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, നമുക്ക് ഭംഗിയായിട്ട് ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫ്ലവറിംഗ് ചെടിയാണിത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിന്റെ വില വരുന്നത് 220 രൂപയാണ്. അടുത്ത് വരുന്ന റെഡ് മാൻഡവില്ലയാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ക്രീപ്പറായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് മാൻഡവില്ല, റെഡ് കളർ മാൻഡവില്ല. അപ്പോൾ ഈ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ, ചെറിയ പ്ലാന്റ് ആണ്, വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല. ഏകദേശം ഇതായി ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 280 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന ഗന്ധരാജൻ അല്ലെങ്കിൽ സുഗന്ധരാജൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല സുഗന്ധമുള്ള നല്ല മണമുള്ള പൂക്കളാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിലൊക്കെ ഡോർഫായിട്ട് വളർത്താൻ പറ്റുന്ന, ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 120 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. നമുക്ക് ഭംഗിയായിട്ട് വലിയ മരമായിട്ടൊന്നും പോകുന്നതല്ല, നമുക്ക് ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 120 രൂപയാണ് ഇതിൻ്റെ വില. അടുത്ത് വരുന്ന മരമുല്ലയാണ്. മരമുല്ല അല്ലെങ്കിൽ കാമിനി മുല്ല എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു ചെടി നല്ല മണമുള്ള പൂക്കളാണ് ഇതിൻ്റെ. നിറയെ പൂക്കളും ഒരു ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ്. അതായത് പ്രത്യേകിച്ച് സീസണൊന്നും ഇല്ലാതെ എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ മരമുല്ല സാധാരണഗതിയിൽ വലിയ മരമായിട്ട് പോകുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ ഇത് നമുക്ക് ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കുറ്റിച്ച് വളർത്താൻ പറ്റുന്ന ചെടിയാണ്. ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 250 രൂപയാണ്. നമ്മൾ കുറേ മുമ്പ് നമ്മൾ വീഡിയോയിൽ ചെയ്ത് 120 രൂപയ്ക്കും 150 രൂപയ്ക്കും ഒക്കെ ചെടി കൊടുത്തിരുന്നു. പക്ഷേ അത് ചെറിയ ചെടിയാണ്. ഇത് നല്ല ബുഷായിട്ടുള്ള ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വില കൂടുതലാണ്. 250 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കണം. വരുന്ന റോസ്മേരി പ്ലാന്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാന്റ് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്ലാന്റിന്. വീണ്ടും കുറച്ചുകൂടെ ഷോക്ക് നമ്മൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം. 100 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ഇൻഡോറിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതുപോലെ നമുക്കിത് നമ്മുടെ കറികളിലും ഒരു മസാല കൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഇതിൻ്റെ ലീഫുകൾ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില 100 രൂപയാണ്. അടുത്ത് വരുന്ന നല്ല മഞ്ഞ കളർ ചെത്തിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പൂന വെറൈറ്റിയുടെ ചെത്തിയാണ്. ഇത് നമുക്ക് നല്ല മിനിയേച്ചർ ടൈപ്പ് ചെത്തിയാണ് വരുന്നത്, നല്ല മഞ്ഞ കളർ. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 80 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. നല്ല ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. വലിയ ഹൈറ്റൊന്നും വെച്ച് പോകാതെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന മിനിയേച്ചർ ടൈപ്പാണ് വരുന്നത്. അത് കണ്ടില്ലേ, നല്ല മഞ്ഞ കളർ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 80 രൂപയാണ്. അടുത്ത് വരുന്ന ഗാർലിക് വൈൻ്റെ തൈകളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറച്ച് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചിന് ഗാർലിക് വൈൻ്റെ തൈകൾ. അപ്പോൾ അതൊക്കെ വലിയ പ്ലാന്റ് ആണ്. വലിയ പ്ലാന്റ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ആവശ്യമുള്ളവർ അറിയിച്ചാൽ മതി. 100 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു തൈകൾ ഇപ്പം നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 50 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ചെറിയ പ്ലാന്റുകളാണ്, ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 50 റുപ്പീസാണ്. അടുത്ത് വരുന്നത് നമ്മൾ ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഒരു കിടിലം വെറൈറ്റിയാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള മിനിയേച്ചർ ടൈപ്പ്. ഇത് കണ്ടില്ലേ, നമുക്ക് പുഷായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ലീഫുകൾ തോന്നുന്നത്. കണ്ടില്ലേ, മഞ്ഞയും ഗ്രീനും റെഡും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് വരുന്നത്. നിറയെ നമുക്ക് ഒരു 2-3 സ്റ്റെമ്മൊക്കെ ഒരു ചട്ടിയിൽ ഇങ്ങനെ കുത്തി വെച്ച് നല്ല ബുഷായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ചെടി. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ. 70 രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന ക്രോട്ടൺ പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് കണ്ടില്ലേ, ഒരു ചുരുണ്ട ഇലയോട് കൂടിയിട്ട്. അതുപോലെ ഇതിൻ്റെ ലീഫുകൾ 2 കളറിലാണ് വരുന്നത്, മഞ്ഞയും ഗ്രീനും ആയിട്ട് 2 കളറായിട്ട് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതുപോലെ നമ്മുടെ ഗാർഡൻ്റെ ബോർഡറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ്. ഒരുപാട് ഹൈറ്റൊന്നും വെച്ച് പോകാത്ത മിനിയേച്ചർ ടൈപ്പുള്ള ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 50 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം. അടുത്ത് വരുന്ന ക്രോട്ടൺ പ്ലാന്റിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു ഗ്രീനും റെഡും യെല്ലോയും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ്. ഇതും നമുക്ക് ഡോർഫായിട്ട് വളർത്താൻ പറ്റുന്ന ചെടി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 30 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം.
അടുത്ത് വരുന്ന ഈ ഒരു കലാത്തിയാണ്, കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ്. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് കലാത്തിയുടെ. അപ്പോൾ ഇതിന്റെ വില വരുന്നത് 250 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. അടുത്ത് വരുന്നത് നമ്മുടെ മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ്. നമുക്ക് ബുഷായിട്ട് നമ്മുടെ ഇൻഡോറിലൊക്കെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. നല്ലൊരു എയർ സർക്കുലേഷൻ പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. മിനിയേച്ചർ ടൈപ്പ് ആണ്, ഒരുപാട് വലിയ വലിപ്പത്തിലൊന്നും പോകണ്ട. ഇതിന്റെ ലീഫിന്റെ വലിപ്പം ഏകദേശം ഇത് തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് ചട്ടിയിൽ ബുഷായിട്ട് നിറയെ പെട്ടെന്ന് ബുഷായി കിട്ടുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ഇതിന്റെ വില വരുന്നത് 25 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. അടുത്ത് വരുന്നത് ഈ ബ്ലൂ പ്ലംബാഗോ അല്ലെങ്കിൽ നീലക്കൊടുവേലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ. ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ഒരു 5-10 പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിന്റെ വില വരുന്നത് 80 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്ന ഫിലോഡെൻഡ്രത്തിന്റെ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഫിലോഡെൻഡ്രം നിയോൺ കളർ വരുന്നത് നമുക്ക് നമ്മുടെ ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റും. അതുപോലെ നമുക്കൊരു സ്റ്റിക്കൊക്കെ കൊടുത്ത് നമുക്കൊരു ടവർ പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇൻഡോറിൽ ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ കുറച്ച് തൈകളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 20 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന മോൺസ്ട്രേറിയുടെ കുറച്ച് പ്ലാന്റുകളുണ്ട്. കുറച്ച് തൈകളാണ് കേട്ടോ മോൺസ്ട്ര പ്ലാന്റിന്റെ. നമുക്ക് ഭംഗിയായിട്ട് ഇൻഡോറിലൊക്കെ വളർത്താൻ പറ്റും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ടവർ പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഒരു 4-5 ചെടികളൊക്കെ ഒരു ബുഷായിട്ട് ഒരു ചട്ടിയിലൊക്കെ വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇൻഡോറിൽ വെച്ചാൽ. അപ്പോൾ ഇതിന്റെ കുഞ്ഞു തൈകളാണ് വരുന്നത്. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് 15 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന സിങ്കോണിയത്തിന്റെ 2 വെറൈറ്റി ആണ് കേട്ടോ. ഒരു നിയോൺ വെറൈറ്റിയും അതുപോലെ ഒരു പിങ്ക് കളറും കൂടെ വരുന്നത്. അപ്പോൾ ഇതിന്റെ വില വരുന്നത് 20 രൂപയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.